ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നിന്ന് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് തമ്പുളിയാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു ക്യാരറ്റാണ്. നിങ്ങളെ കയ്യിൽ ചെറുതാണ്, അധികം തടിയില്ലാതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാം കേട്ടോ. ഇത് കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പീലർ ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ തൊലി കളയാത്തവരുണ്ടാവും, ചിലവർ തൊലി കളയാതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ തൊലി കളഞ്ഞിട്ടാണല്ലോ ക്യാരറ്റ് എന്തിനും എടുക്കാറ്. തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട്, അതായത് നമുക്ക് തോരനും ഉപ്പിനെ കൊണ്ട് അത്രയും ചെറുതാക്കണ്ട, അതിനായിട്ട് കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് പിന്നെ ഇതുപോലെ വരിഞ്ഞ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് വലിയ പീസാക്കരുത്, എന്നാൽ ഉപ്പേരിയുടെ അത്രയും ചെറുതാവേണ്ട. അതിനായിട്ട് ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് ഈ ഒരു സൈഡിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എല്ലാ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് വലിയ വലിയ പീസാക്കി കട്ട് ചെയ്ത് പറയണം കേട്ടോ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പിടി മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ചെറുതായിട്ട് എരിവുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് ഇതിൽ വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് എരിവുള്ള മുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് വെള്ളം, അരിയുള്ള വെള്ളം മാത്രം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ആ ക്യാരറ്റൊക്കെ ഫുള്ളായിട്ട് അരയാതൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരണം. ഞാനിപ്പോൾ ഇതവിടെ നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തുറന്ന് നോക്കാം. അതുപോലെ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമേ ഒഴിച്ച് ആദ്യം ഒഴിക്കരുത്, അപ്പോൾ ക്യാരറ്റൊക്കെ പീസായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറയണത്. ഇനി നമുക്കൊരു കപ്പ് തൈര്, ഒരുപാട് പുളി വേണ്ട, പുളിയില്ല, അധികം കൂടുതൽ പുളിയില്ലാത്തിട്ട് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഏത് ബൗളിലാണ് നിങ്ങൾക്ക് കറി എടുക്കുന്നത് വെച്ചാൽ ആ ബൗളിലേക്ക് നിങ്ങൾക്ക് തൈര് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തൈര് കട്ടല്ലാതെ നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, ഒരു പാടുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, മുമ്പ് ഞാൻ കുക്കുംബർ വെച്ചിട്ടുള്ള ഇത് സെയിം തമ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കുക്കുംബർ തമ്പുളിയുടെ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളവർക്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അതിന് ശേഷം ബാക്കി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഹെൽത്തിന് പറ്റിയ സൂപ്പർ കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തൈരും നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സും കൂടി എല്ലാമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെറ്റാക്കി വെച്ച കൂട്ടിലേക്ക് ഈ വറുത്തിട്ട കടുകും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് ലൂസാക്കരുത് കേട്ടോ കറി. ഇതുപോലെ തന്നെ കുറച്ച് തെക്കി കുറുകിയിട്ട് വേണം നമുക്ക് കറി കിട്ടാൻ. വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ ഒരു തെക്കിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അതുപോലെ ക്യാരറ്റ് തമ്പുളി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.